എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആന്റണി ജോർജ്. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഒരു പാട്ട് ഒരു 3-4 വരികൾ കിട്ടി. അപ്പോൾ തന്നെ ഞാനത് ട്യൂൺ ചെയ്ത് പാടി. അപ്പോൾ അത് ഞാൻ മൊബൈലിൽ വിടുകയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ബാക്കിയുള്ള ഞാൻ എഴുതിക്കൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ 3-4 വരികൾ ഇപ്പോൾ മാത്രം വിടുക. അപ്പോൾ ആർക്കെങ്കിലും അത് പാടാനോ എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പാടിക്കോളി. 10 പ്രാവശ്യം പാടിക്കഴിഞ്ഞാൽ ഏത് കാര്യവും നമ്മൾ എത്തും, ഏത് കാര്യം നമ്മൾ പരിശ്രമിച്ചെത്തും. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ വോയിസ് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പാടിയിട്ട് എനിക്ക് ഇട്ട് തരുമോ, ഫേസ്ബുക്കിലൊക്കെ കിട്ടോ ഈ 3-4 വരികളെ. ബാക്കി ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സൗണ്ട് ഞാൻ ലോകത്തിൻ്റെ മുന്നിൽ ഞാൻ കേൾപ്പിക്കും. അപ്പോൾ ആരും എല്ലാം തികഞ്ഞവനല്ല, ഞാൻ എഴുത്തുകാരനോ പാട്ടുകാരനൊന്നുമല്ല. പക്ഷെ എന്നെ കൊണ്ട് കുറച്ചൊക്കെ സാധിക്കുമെങ്കിൽ നിങ്ങളെ കൊണ്ട് അതിലുപരി സാധിക്കും. നല്ല വോയിസ് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ യൂസ് ചെയ്ത് അവരൊക്കെ ഞാൻ പുറത്തു കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്തോ. ഓക്കെ, എല്ലാവർക്കും നല്ല വരട്ടെ. ഈ ഗാനം വരികൾ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ട് 2 രീതിയിൽ ഞാൻ പാടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പാട്ടുകാരനല്ലാന്ന് വീണ്ടും പറയാണ്, നിങ്ങൾക്ക് എന്നെക്കാളും കൂടുതൽ കഴിയും. അപ്പോൾ ആരുടെ സൗണ്ടായി യോജിക്കണേ അവരെ എന്താണെങ്കിലും വിളിക്കും. 2 രീതിയിലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്തോളൂ കേട്ടോ. ഓക്കെ. നീ പാടിയ ഏതൊരു പാട്ടിൻ്റെ ഈണവും കേൾക്കുവാൻ കാതോർത്തിരിക്കാൻ ഞാൻ. പ്രണയമാം പ്രാണസഖീ നിന്നെ കാത്തുകൊണ്ടിരിക്കാൻ ഞാനെന്നും കണ്ടുകൊണ്ടിരിക്കാം. ഏഹേ 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 ഏഹേ. ഏതൊരു പാട്ടിൻ്റെ ഈണവും കേൾക്കുവാൻ കാതോർത്തിരിക്കാം ഞാനെന്നും. പ്രണയമം പ്രാണസഖീ നിന്നെ കാത്തുകൊണ്ടിരിക്കാം ഞാനെന്നും കണ്ടുകൊണ്ടിരിക്കാം. ഞാനിത് 2 രീതിയിൽ ഇട്ടപ്പോഴേ അതിൽ നല്ല രീതി നിങ്ങളുടെ അഭിപ്രായം എന്നോടൊന്ന് പറയണം കേട്ടോ. അപ്പോൾ എനിക്കൊന്നും ട്യൂണില്ല. ട്യൂണുള്ളവരൊക്കെ പാടിയ വളരെ നല്ല ഭംഗിയുള്ളൊരു പാട്ടാണ്. അതിൻ്റെ മ്യൂസിക്കൊക്കെ വരുമ്പോൾ വേറെ ലെവലിലായിരിക്കും. ഞാൻ സാമ്പിൾ മാത്രമേ ഇട്ടുള്ളൂ. അപ്പോൾ ആ 2 രീതിയിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് പറയണേ. ഓക്കെ, താങ്ക് യു.